തിരഞ്ഞെടുപ്പിന് 4 നാൾ ശേഷിക്കെ പാലക്കാട് വോട്ട് വിവാദം കൊഴുക്കുകയാണ്. ആദ്യം ആരോപണമുയർത്തിയ CPM-ന് പിന്നാലെ പ്രത്യാരോപണങ്ങളുമായി UDF-ഉം BJP-യും കൂടി രംഗത്ത് വന്നതോടെ വിഷയം ചൂടേറി. ആരോപണങ്ങൾ ശക്തമായതോടെ ജില്ലാ ഭരണകൂടം പരിശോധന തുടങ്ങി. കളക്ടറുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് കാര്യങ്ങൾ വിലയിരുത്തുന്നു. വ്യാജ വോട്ട്, ഇരട്ട വോട്ട് തുടങ്ങിയവ കണ്ടെത്തുകയാണ് ലക്ഷ്യം. ഇതിനിടെ ആരോപണങ്ങൾ കടുപ്പിച്ച് CPM ജില്ലാ നേതൃത്വം വീണ്ടും രംഗത്തു വന്നു. BJP-ക്കും കോൺഗ്രസിനും ക്രമക്കേടിന് ഒത്താശ ചെയ്ത BLO-മാർക്കുമെതിരെ കേസെടുക്കണം, വോട്ടർ പട്ടിക പുനഃപ്രസിദ്ധീകരിക്കണം തുടങ്ങിയവയാണ് ആവശ്യം. ഇടത് സ്ഥാനാർത്ഥിക്ക് അനധികൃത വോട്ടെന്ന ആരോപണം നിഷേധിച്ച CPM ജില്ലാ സെക്രട്ടറി പാലക്കാട്ടെ സരിന്റെ വീടിന്റെ രേഖകളും RSS കാര്യാലയത്തിലെ 26 വോട്ടുകളുടെ വിശദാംശങ്ങളും കൂടി പങ്കുവച്ചു. ഇതാണ് RSS കാര്യാലയത്തിൽ ചേർത്തിട്ടുള്ള വോട്ടുകൾ. പേര് ദിവാകരൻ, KV, സമുന്നയ, വീട്ട് നമ്പർ 10. പേര് സുരേഷ് BP, അച്ഛന്റെ പേര് ബാലകൃഷ്ണൻ, സമുന്നയ. അങ്ങനെ നിരവധി. എന്നാൽ ഇരട്ട വോട്ടിൽ CPM-നെതിരെയായിരുന്നു BJP ആരോപണം. ഇതോടൊപ്പം ജില്ലാ അധ്യക്ഷൻ KM ഹരിദാസിന് പട്ടാമ്പിക്ക് പുറമെ പാലക്കാടും വോട്ടുണ്ടെന്ന് നേതൃത്വം സ്ഥിരീകരിച്ചു. എന്നാൽ ഒഴിവാക്കാൻ അപേക്ഷ നൽകിയിട്ടും ചെയ്തില്ലെന്നാണ് വാദം. BJP-യുടെ ജില്ലാ പ്രസിഡന്റ് ജില്ലാ ഓഫീസിലാണ് താമസിക്കുന്നത്. നിങ്ങൾ അദ്ദേഹത്തിന്റെ റൂം ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ കൂടെ വന്നോ. റിമൂവ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടല്ലോ, അത് ഒഴിവാക്കേണ്ടതാരാ? ഒരാൾക്ക് അപേക്ഷ കൊടുക്കാനേ കഴിയുള്ളൂ. അത് അന്വേഷണം നടത്തി ഒഴിവാക്കേണ്ട ഉത്തരവാദിത്തം. ജില്ലാ അധ്യക്ഷന് 2 വോട്ടെന്ന വിഷയത്തിൽ BJP-യിലും മുറുമുറുപ്പുണ്ട്. കൃഷ്ണകുമാറിനെ കേന്ദ്ര നേതൃത്വം പരിഗണിച്ചില്ലായിരുന്നുവെങ്കിൽ പാലക്കാട് മത്സരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹരിദാസിന്റെ പേര് ഇവിടെ ചേർത്തതെന്ന് മറുവിഭാഗം ആരോപിക്കുന്നു. എന്നാൽ ഔദ്യോഗിക പക്ഷം ഈ ആരോപണം തള്ളുകയാണ്. പാലക്കാട്ട് വോട്ട് ചേർക്കാനായി P. സരിൻ നൽകിയ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് പ്രതിപക്ഷ നേതാവ്. BJP ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയാണ്. 6 മാസം തുടർച്ചയായിട്ട് താമസിച്ചാൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ വ്യാജരേഖ ചമച്ചിട്ടാണ് അദ്ദേഹം ഇത് ചെയ്തത്. BJP ജില്ലാ പ്രസിഡന്റും പാർട്ടി ഓഫീസിൽ കുറെ പേര് വോട്ട് ചേർത്തതും അങ്ങനെ തന്നെയാണ്. വോട്ട് വിവാദത്തിൽ തിരഞ്ഞെടുപ്പ് രംഗം കൂടുതൽ കലുഷിതമാകുമെന്നതാണ് ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത്. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.